ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നിങ്ങളൊക്കെ ഓർത്തിട്ടുണ്ട് 2 മണിക്കൂറായിട്ട് എന്നെ കാണുന്നില്ലല്ലോ എന്ന്. എനിക്കറിയാം. ഞാൻ ഇത്തിരി തെരണ്ടി മീൻ മേടിക്കാൻ പോയി. തെരണ്ടി മീൻ മേടിച്ചു. തെരണ്ടി മീൻ ഉപ്പ് കളഞ്ഞ് വറക്കണം, എന്നാലേ അതിൻ്റെ ആ മനോഹാരിത വരുള്ളൂ. ഒക്കെ എന്നെ എൻ്റെ അമ്മ മേരിക്കുട്ടി ടീച്ചർ പഠിപ്പിച്ചതാണ്. എൻ്റെ അമ്മ മേരിക്കുട്ടി ടീച്ചർ എന്നെ പാചകം പഠിപ്പിച്ചു, വീടും കാര്യങ്ങളും ഭംഗിയായി നോക്കാൻ പഠിപ്പിച്ചു. 7ാം ക്ലാസ്സിലെ വലിയ അവധിക്ക് തുണി, അതായത് അവനവൻ്റെ വസ്ത്രങ്ങൾ അലക്കാനും തേക്കാനും പഠിപ്പിച്ചു. അതുകൊണ്ട് അതൊക്കെ പിന്നീട് വലുതായപ്പോൾ നമുക്ക് ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇച്ചിരി തെരണ്ടി മീൻ മേടിക്കണം എന്ന് തോന്നി. തെരണ്ടി മീൻ വറുത്ത് വെച്ചത് തീർന്നു പോയി. ഈ തെരണ്ടി മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് പുച്ഛമായിരിക്കാം. പക്ഷേ എനിക്കൊരു കഷ്ണം തെരണ്ടി മീനും പഴഞ്ചോറും അത് ഭയങ്കര പ്രിയമായ പലഹാരമാണ്. രാവിലെ ഒരു പ്ലേറ്റ് പഴഞ്ചോറെടുക്കും, ഒരു കഷ്ണം തെരണ്ടി മീൻ എടുക്കും, അത് കൂട്ടി ആ പഴഞ്ചോറ് കഴിക്കലാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെയും എൻ്റെ സൗന്ദര്യത്തിൻ്റെയും പ്രധാന കാതലായ കാര്യം. അങ്ങനെ 1/2 കിലോ തെരണ്ടി മീൻ കൊല്ലപ്പള്ളി പോയി മേടിച്ചു. അത് ഭംഗിയായിട്ട് വറുത്ത് ചോറും പാത്രത്തിൽ വെച്ചു. അടപ്പുള്ള ചോറും പാത്രമാണ്. ഇതിപ്പോൾ വറുത്ത് വെച്ചേക്കാണ്. ഇതൊന്ന് തണുത്തിട്ടേ മൂടാവുള്ളൂ എന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തണുക്കാനായിട്ട് വെച്ചേക്കുകയാണ്. നാളെ രാവിലെ ഒരു പ്ലേറ്റ് പഴഞ്ചോറും ഇത് കൂട്ടൊരു കഷ്ണവും കൂട്ടി വയറ് നിറയെ ഭക്ഷണം അങ്ങ് കഴിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറമ്പിലിറങ്ങി എന്തേരം തൂമ്പയെടുത്ത് കളിച്ചാലും നമുക്ക് ഒരു മടുപ്പും വരികയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, അതാണ് എന്നെ 2 മണിക്കൂറായിട്ട് ഫേസ്ബുക്കിൽ കാണാത്തത്. നന്ദി, നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭരാത്രി നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്.